ജിൻഡോ ജോൺ, ഇത് പുതിയ പോപ്പുലർ കൾച്ചർ കൂടി അനുസരിച്ച് ഇപ്പൊ നോക്കൂ, ഇപ്പൊ കേരളത്തിലെ പല ആളുകളുടെയും ചുണ്ടിൽ ചെമ്പടയ്ക്ക് കാവലാൾ എന്ന വരിയുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞ തിരുവാതിരപ്പാട്ടിലെ പൂവരണി നമ്പൂതിരി എഴുതിയ തിരുവാതിരപ്പാട്ട്, പാർവണേന്ദു മുഖി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ ഏറ്റവും പോപ്പുലർ തിരുവാതിര സോങ് ഇപ്പൊ അതാണ്. അല്ല, പോപ്പുലർ ആകാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളുണ്ട്. അത് നല്ല കാര്യം ചെയ്തും മോശം കാര്യം ചെയ്തും അല്ലെങ്കിൽ സ്വയം ട്രോളിയും ഒക്കെ പോപ്പുലർ ആകാം. പല രീതിയിലുണ്ടല്ലോ. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ പോപ്പുലറായി, അതൊരു നല്ല മാതൃകയാണെന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. പല രീതിയിൽ ആളുകൾ പോപ്പുലർ ആകുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ഒരു മാർഗമാണെങ്കിൽ അവർ സ്വീകരിച്ചോട്ടെ. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്കും സർവീസ് സംഘടനാ നേതാക്കന്മാർക്കും അത്തരത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ വിപ്ലവകരമായിട്ടുള്ള മാറ്റം ആയിട്ട് നമ്മളത് ഉൾക്കൊള്ളണമല്ലോ. ഇവിടെ നവകേരള സൃഷ്ടി നടത്താൻ വേണ്ടിയിട്ട് നവകേരള ബസ്സിൽ പോയ മുഖ്യമന്ത്രി കേരളത്തിലെ സാധാരണക്കാരെ കണ്ടില്ല. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയെ കുറിച്ചിട്ട് ഇത്രത്തോളം വലിയ വാഴ്ത്തുപാട്ടുകൾ പാടിയിട്ട് കവിക്ക് ഇഷ്ടമുള്ളതൊക്കെ പാടും, അത് കവിയുടെ സ്വാതന്ത്ര്യമാണ്, ആരെതിർത്താലും ഞാനത് ചെയ്യും എന്നൊക്കെ പറയുന്നത് കുഴപ്പമില്ല, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ നേരിട്ട് കാണുന്ന പല കാര്യങ്ങളും, അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഈ കവിതയെ ചോദ്യം ചെയ്യാനും പൊതുസമൂഹത്തിന് അവകാശമുണ്ട്. കവിതയെ ഞങ്ങൾ ചോദ്യം ചെയ്യും. അപ്പോൾ അത് വാഴ്ത്തുപാട്ടുകൾക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ പാടില്ല. ഇവിടെ ഇത്തരം വാഴ്ത്തുപാട്ടുകളിൽ ചിരിക്കുന്ന, സന്തോഷിക്കുന്ന, ഇടയ്ക്കൊക്കെ ഇത്തരം വാഴ്ത്തുപാട്ട് വരുന്ന അംഗീകരിക്കുന്ന ഒരു വലിയ നേതാവുണ്ട്. ഉത്തര കൊറിയയ്ക്ക് സമാനമായിട്ട് കേരളം ഭരിക്കുന്ന കിങ് കാരണഭൂതൻ ഉൻ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ നാളെ ഇവരത് പറയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുടിവെട്ടുന്ന പോലെ നാളെ നിങ്ങൾ ആരും മുടിവെട്ടിയേക്കരുത്, അദ്ദേഹം മുണ്ടെടുക്കുന്ന പോലെ നാളെ ആരും മുണ്ടെടുത്തേക്കരുത് എന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും അഭിലാഷേ? കുറെ കാലം മുമ്പ് കറുത്ത ഉടുപ്പും കറുത്ത മാസ്കും കറുത്ത പാൻറ്റും ഇട്ടാൽ ചുട്ട അടി കിട്ടുമായിരുന്നു പോലീസുകാരുടെ കയ്യിൽ നിന്ന്, അതുപോലെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ കയ്യിൽ നിന്ന്. മുദ്രാവാക്യം വിളിച്ചാൽ അടിച്ച് അകത്തിടും, കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ് ഇതൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ മാർക്സിസ്റ്റ് കവികൾ ഒരു മനുഷ്യരെ കാണാതെയാണ് ഈ കവികളൊക്കെ കവിത എഴുതുന്നത് എനിക്ക് തോന്നുന്നത്. ഈ വാഴ്ത്തുപാട്ട് പാടിയപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ? ഇത് വാഴ്ത്തുപാട്ടാണോ? ആയിക്കോ, നിങ്ങൾ അങ്ങനെ പറഞ്ഞോ. വിപ്ലവഗാനമാണോ? നിങ്ങൾ അങ്ങനെ വെച്ചോ. അല്ലെങ്കിൽ ഇത് മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നതാണോ? അങ്ങനെ വെച്ചോ എന്നൊക്കെ പറയുകയാണ്. ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, ഇതൊക്കെ എഴുതിയപ്പോൾ അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ മുൻനിര നേതാക്കന്മാരിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടി എന്താ? പുനർനിയമനം വെച്ചോ, കാറ് വെച്ചോ, AC കാറ് വെച്ചോ, ഡ്രൈവറെ വെച്ചോ, മറ്റ് സൗകര്യങ്ങൾ വെച്ചോ. അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഇല്ല. അദ്ദേഹം മറുപടി പറയണം. കേരളത്തിലെ ചെറുപ്പക്കാർക്ക്, ഉദ്യോഗാർത്ഥികൾ കേരളത്തിന്റെ തെരുവിൽ PSC ഉദ്യോഗാർത്ഥികൾ മുട്ടിലഴിഞ്ഞ് സമരം ചെയ്തു. ആ ഉദ്യോഗാർത്ഥികളിൽ ഒരാൾക്കെങ്കിലും കിട്ടുന്ന ഒരു നിയമനമാണ് താങ്കൾക്ക് പുനർനിയമനമായിട്ട് കിട്ടിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിൽ എന്റെ വാദം തെറ്റാണെങ്കിൽ താങ്കൾ അത് ഖണ്ഡിക്കണം, അല്ലെങ്കിൽ താങ്കൾ മറുപടി പറയണം. അല്ലാതെ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിയെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് വോയിസ് റെസ്റ്റ് ഉണ്ടാകുന്നത് പോലെ താങ്കളും വോയിസ് റെസ്റ്റ് എടുക്കാൻ പാടില്ല. ഇത്രയും വലിയ കവിത എഴുതിയ ഈ ശ്രേഷ്ഠ പട്ടം കിട്ടേണ്ട കവിക്ക് താങ്കളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മറുപടി ഇല്ലാതെ പോകുന്നത്? ശരി, ഓക്കെ. ഔദ്യോഗിക കാറുണ്ടോ? ഔദ്യോഗിക കാർ എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യുക, അവിടെ ഒന്ന് വന്ന് നോക്കുക. ആ കാർ, അതെ, ഔദ്യോഗിക കാറ് ഉണ്ടോ എന്ന് അവിടെ വന്ന് നോക്കുക. ഔദ്യോഗിക കാറും ഇല്ല. ഒരു ബൈക്ക്, ഇപ്പോൾ അതെ, ഒരു ബൈക്കാണ് ഇപ്പോൾ ഉള്ളത്. ബൈക്ക് ഇല്ലായിരുന്ന സമയത്ത് ഒരു ആൾട്ടോ AC ഒന്നും ഇല്ലാത്തൊരു കാറ്, അതെല്ലാം ഈ തപാൽ കൊണ്ടുപോക്കാണ്. അപ്പം AC ഇല്ലാത്തൊരു കാർ ഒരു കൊച്ചു കാറാണ്. അത് മറ്റേ 2 വീലർ ഇല്ലാത്തതുകൊണ്ട് മാത്രം ആ കാർ ഉപയോഗിച്ചു. അല്ലാതെ ഞാൻ വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഒരു ഡ്രൈവറും എനിക്കില്ല. സർക്കാരിൻ്റെ ഡ്രൈവർ, സർക്കാരിൻ്റെ കാറ്, അതിൽ മെസ്സഞ്ചർ കൊണ്ടുപോകണം. ഞാനല്ല, അതിന് മുമ്പ് അതിനാണ് കൊണ്ടുപോയത്. അല്ലാതെ ബൈക്ക് കട്ടപ്പുറത്തായപ്പോഴാണ് ഈ വണ്ടിയിൽ പോയത്. അങ്ങനെ പോയത് ഇതൊക്കെ. അദ്ദേഹം വലിയ പദവിയിൽ ഇരിക്കുന്ന ആളല്ല ശ്രീ ജിൻഡോ, അദ്ദേഹം മെസ്സഞ്ചർ ആണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള വണ്ടി. ഞാൻ ചോദിക്കുന്ന അഭിലാഷേ, AC ഇല്ലാത്ത കാറാണെങ്കിൽ അല്ല, ഒറ്റ കാര്യമുള്ളൂ. കാർണിവലൊക്കെ മേടിക്കാൻ വെച്ചിരിക്കുന്ന പണത്തിൽ നിന്ന് ഒരു ചെറിയ തുക കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ മന്ത്രിമാരുടെ കാറിന്റെ ടയർ മാറ്റുന്ന പണം മതി അതിൽ AC വെക്കാൻ, അതുകൂടി വെച്ചു കൊടുക്കണം. കാരണം ഇത്രയും വലിയ കവിത എഴുതിയ ആളാണല്ലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ബേസിക് കാര്യം എന്താണെന്ന് അറിയോ? മറ്റൊരാൾക്കെങ്കിലും ആ ജോലി കൊടുക്കാമായിരുന്നല്ലോ. എത്രയോ ചെറുപ്പക്കാർ കേരളത്തിൽ തൊഴിലില്ലാതെ അലയുന്നു. ഒരാൾക്കെങ്കിലും കൊടുക്കാമായിരുന്ന ആ തൊഴിൽ താങ്കൾക്ക് പെൻഷനും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ സർക്കാരിന്റെ നയം എന്താണ് പ്രയോറിറ്റി?